ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ BYD Sea Lion 6ന്റെ റിവ്യൂമായിട്ടാണ്. ഐ ലവ് മൈ BYD. സോ ഗൈസ്, ഞാനൊരു വണ്ടി എക്സ്പെർട്ട് അല്ല, ഇതെന്റെ ആദ്യത്തെ കാറാണ്. വലിയ വണ്ടി വിദ്വാന്മാർക്കൊന്നും വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ. കാറ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് പേർക്ക് BYD വേണോ വേണ്ടിയോ എന്നൊരു ഡൗട്ടായിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ. അപ്പൊ ഈ BYDയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര ഒരു കംഫർട്ടബിൾ കാറാണ്. നമുക്ക് ഓടിക്കാനും ട്രാവൽ ചെയ്യാനും ഭയങ്കര ഒരു ഫാൻസി ലുക്കാണ് ഇൻസൈഡ്. ഹൈ ചൈൽഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ BYDക്കുള്ളത്. 86% ചൈൽഡ് ഒക്യുപ്പന്റ് പ്രൊട്ടക്ഷൻ സ്കോർ ആൻഡ് ക്യാപ്പ് കൊടുക്കുന്നുണ്ട്. ഓവറോൾ BYDക്ക് കൊടുക്കുന്നത് 5 സ്റ്റാർ ആണ്. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ലൈക്ക് ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ്, AEB, സ്ട്രോങ് റിയർ സീറ്റ് സേഫ്റ്റി ഫോർ കിഡ്സ്, lane keep assistant and lane departure warning for staying safely in lane, blind spot monitoring and rear cross traffic alert for safer lane changes, adaptive cruise control with stop and go capacity, full airbag system including side curtain airbags for front and rear, ISOFIX and top tether points for secure child seat installation and a lot more. പെട്രോളിനൊക്കെ ഇപ്പൊ ഇത്ര വില കൂടി നിൽക്കുന്ന ഈ സമയത്ത് ഇതുപോലൊരു കാർ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകാരപ്പെടും. ഇത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്ക് പ്ലഗ് ഇൻ ചെയ്ത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം, പിന്നെ പെട്രോൾ അടിച്ചും യൂസ് ചെയ്യാം. ഇവനെ ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ സാധാരണ പ്ലഗ് പോയിന്റ് വെച്ചിട്ടാണ്. ഫാസ്റ്റ് ചാർജർ ഇല്ലാത്തത് കൊണ്ട് ഒരു 10 to 15 hours എടുക്കും ഇത് ഫുള്ളായി ചാർജ് ആയിട്ട് കിട്ടാൻ. ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 80 to 100 kilometers ഓടിക്കോളും. പെട്രോളിലാണെങ്കിൽ ഫുൾ ടാങ്ക് ആണെങ്കിൽ 900 to 950 kilometers ഓടിക്കാൻ പറ്റും. ഒരു ന്യൂ ഡ്രൈവർ എന്ന നിലയിൽ എനിക്ക് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതിന്റെ മാപ്പാണ്. നല്ല സൂപ്പർ ആയിട്ട് വരച്ച് കാണിച്ചു തരും എവിടെ നിന്ന് എങ്ങോട്ടാ തിരിയണ്ടേന്നൊക്കെ. മറവിയുടെ അസുഖമുള്ളവർക്കും ഈ വണ്ടി സൂപ്പറാണ്. കീ എടുക്കാൻ മറന്നാലും ഫോൺ എടുക്കാൻ ആരും മറക്കത്തില്ലല്ലോ. ഫോൺ ഉപയോഗിച്ച് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ BYDയുടെ ആപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. അതായത് നമ്മളിപ്പം ഡോറ് ഒരെണ്ണം ക്ലോസ് ചെയ്യാതെയാണ് നമ്മൾ ഇറങ്ങി പോയെന്ന് വിചാരിച്ചോ, പാർക്ക് ചെയ്തിട്ട്, അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഡോർ ഓപ്പൺ പോയി അടയ്ക്കാൻ പറഞ്ഞുകൊണ്ട്. ഞങ്ങളിപ്പോ 30,000 kilometer ഓടിച്ചിട്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. Oh guys, my BYD is the best car in the whole world. Oh guys, my BYD is the best car in the whole world. The BYD can talk. Hello. It can open the sunroof. It can I don't know what else it can do. Oh! അടാ ഭയങ്കര വെയിലാണ്. Hey BYD. Yes? Close the sunroof. Sorry, I don't think I understand. Hey BYD. Hello? Close the sun. Sorry, I didn't get it. You're gonna be kidding me. Close the sunroof. Finally. What else can BYD do? What else can BYD do? Hey BYD, play Spotify. Guys, do you know what's better than Spotify? YouTube. നമുക്ക് any cartoon like this cartoon. How does it look? How do you like it? ഗൈസ്, ഇതിന്റെ സ്റ്റിയറിംഗ് ഭയങ്കര സ്മൂത്ത് ആണ്, ഭയങ്കര സൂപ്പറാണ്. അതുപോലെ അതിലും സൂപ്പറാണ് സീറ്റ് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ചിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുമെന്ന് തോന്നും. പക്ഷെ നിങ്ങൾ ഉറങ്ങിപ്പോയി ലൈനിന് പുറത്ത് പോകുമെന്ന് പേടിക്കേണ്ട. കാരണം BYD തന്നെ സ്റ്റിയറിംഗ് തിരിച്ച് നമ്മളെ ലൈൻ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബൂട്ടിന്റെ അടിയിൽ സ്പെയർ ടയർ ആണെന്ന് കരുതിയവർക്ക് തെറ്റി. ഇത്ര നാൾ വണ്ടി ഓടിച്ചിട്ട് ഇന്നാണ് ഗൈസ് ഞാൻ അറിയുന്നത് ഇതിന്റെ അടിയിൽ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. താങ്ക്സ് ടു മൈ കിട്ടിയോ. സ്പെയർ ടയർ ഇല്ലാന്നോർത്ത് പേടിക്കേണ്ട, പഞ്ചറായി റൊട്ടി കിടന്നു പോകാൻ BYD സമ്മതിക്കില്ല. സേഫ് ആയിട്ട് പഞ്ചറൊട്ടിക്കാം വിത്ത് വാർണിംഗ് ട്രയാങ്കിൾ, റിഫ്ലക്റ്റീവ് ജാക്കറ്റ്, ടയർ സീലന്റ് ആൻഡ് പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ. അമ്മേ, ഇനിയിപ്പോ പഞ്ചറൊട്ടിക്കാൻ പഠിക്കണമല്ലോ. ഇതാണ് V12 കേബിൾ. ഇത് വെച്ചിട്ട് നമ്മുടെ BYD നമുക്ക് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഒരു പോർട്ടബിൾ പവർ ബാങ്ക് ആയി യൂസ് ചെയ്യാൻ പറ്റും. കാറിന്റെ ഉള്ളിലാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലുമായി ഇഷ്ടം പോലെ ചാർജിംഗ് പോർട്ട്സും ഉണ്ട് കേട്ടോ. BYDയിൽ ബിൽറ്റ് ഇൻ ഇന്റർനെറ്റ് ഉള്ളത് കാരണം ഏത് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്ത കാട്ടിൽ ചെന്നാലും നിങ്ങൾ പെട്ടുപോകും. ഇത്ര നാൾ ഓടിച്ചിട്ട് ഞങ്ങൾക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ള ഒരേ കാര്യമുള്ളൂ, ഇതിന് ടയർ പെട്ടെന്ന് തേഞ്ഞു തീരുന്നുണ്ടെന്നുള്ളതാണ്. മറ്റ് ലക്ഷറി കാറുകളിൽ നിന്നും നമ്മുടെ BYD വ്യത്യസ്തനാവുന്നത് അതിന്റെ സ്വന്തം ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയും വിലക്കുറവും കൊണ്ടാണ്. കാറ് കഴുകാൻ റോബോട്ടിനെ പെട്ടെന്ന് ആരെങ്കിലും കണ്ടുപിടിക്കണേ എന്ന പ്രാർത്ഥനയോടെ